ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങുകയാണ്. പറമ്പിലെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. ഒരു എരുത്തിലും അതുപോലെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കപ്പയും ചീരയൊക്കെ നടുന്നതാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പയാണ് നട്ടത്. കപ്പ ഒത്തിരി ഇല്ല, 10-20 മൂട് ഞാനും അച്ചാനും കൂടി നട്ടതാണ്. അതിങ്ങനെ കിളിച്ച് വരുന്നു. അതുകൂടാതെ പേരയ്ക്ക, ഞങ്ങൾ പേരമരം നട്ടിരുന്നു. അതിൽ ദാണ്ടിപ്പോൾ ഒരു പേരയ്ക്ക ആദ്യമായിട്ടുണ്ടായി നിൽക്കുന്നു. പിന്നെ പയർ, അതിൻ്റെ സൈഡിലായിട്ട് തന്നെ പയർ നമ്മൾ കൃഷി ചെയ്തതല്ല, അവിടെ 1-2 മൂട് കിളിച്ച് വന്നതാണ്. എങ്ങനെയോ അരി വീണ് അത് വേണ്ട കായ്ച്ചു. രണ്ടിടത്തായിട്ട് ഇരണ്ട് നേരത്തെ വന്നതൊക്കെ ഉണങ്ങിപ്പോയി. ഇപ്പം 4 എണ്ണം ഉണ്ടായി നിൽക്കുന്നു. അതുകൂടാതെ കറിവേപ്പുണ്ട് ഇവിടെ. കറിവേപ്പ് നേരത്തെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒടിഞ്ഞൊടിഞ്ഞ് അങ്ങ് പോയതാണ്. പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയി ഉപ്പ് കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അത് കരിഞ്ഞു പോയില്ല. പിന്നെ നന്നായിട്ട് കിളിച്ചു. അതിനടുത്തായിട്ട് ചെറിയൊരു വീണ്ടും കറിവേപ്പൂടെ ഉണ്ടായി. പിന്നെ വാഴയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തതാണ്. ഇത് റംബുട്ടാനാണ്. 3 മൂട് റംബുട്ടാൻ അവിടെ എരുത്തിൻ്റെ പുറഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മുളക് ഞങ്ങൾ നട്ടതാണ്. പിന്നെ കപ്പ, വീണ്ടും വെള്ളക്കപ്പ ഒരിടത്തുനിന്ന് കിട്ടിയപ്പോൾ കമ്പ് മുറിച്ച് നട്ട് അതിനെ മാറ്റി പറിച്ച് നടണം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ തെങ്ങിൻ തൈ വാങ്ങി വേരെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അത് അപ്പുറേ സൈഡായിട്ട് 2-3 വെച്ചിട്ടുണ്ട്. അത് കണ്ടിപ്പോൾ ഇത്രയായി തെങ്ങ്. അത് ഫ്രണ്ടിലൊന്ന്, പിന്നെ പുറകുവശമാണ്. പറമ്പൊക്കെ ഇനിയും വൃത്തിയാക്കണം. ഒരാളെ കിട്ടാനില്ല. കെട്ടിക്കഴിയുമ്പോൾ പറമ്പെല്ലാം വൃത്തിയാക്കണം. പിന്നെ ഇത് എരുത്തിലാണ്. പണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വിറക് പുരയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്നത് ചക്രമാണ്. കണ്ടത്തിലേക്ക് വെള്ളമൊക്കെ ചവിട്ടി വിടാൻ ഉപയോഗിക്കുന്ന ഈ ചക്രം എത്ര പേര് കണ്ടിട്ടുണ്ട്? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എരുത്തിൽ ഇങ്ങനെ തന്നെ വർഷം തോറും ഓടൊക്കെ മാറി ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇത് പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ്, എരുത്തിലും ചക്രവും എല്ലാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ 2 മൂട് തെങ്ങുണ്ട് അപ്പുറവും ഇപ്പുറമായിട്ട്. ഈ തെങ്ങിൽ നിന്ന് 2 മാസം കൂടുമ്പോൾ ഒരു 50 തേങ്ങ ഞങ്ങൾക്ക് കിട്ടും. അതാണ് ഞങ്ങൾ കറിക്ക്, ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് ഞങ്ങൾ അരയ്ക്കുന്നത്. ഒന്ന് ആ തെങ്ങാണ്. അതിപ്പോൾ തേങ്ങ വെട്ടാറായി. പിന്നെ ഇപ്പുറത്ത് മറ്റേ നേരത്തെ കാണിച്ച ആ തെങ്ങും, ഈ 2 തെങ്ങാണ്. ചില സമയങ്ങളിൽ അതിൽ നിന്ന് ഉണങ്ങി പൊഴിഞ്ഞ് വീഴാറുണ്ട്. പിന്നെ ഒരു കദളി വാഴ ഞാൻ പറഞ്ഞ ടച്ചാൻ കൊണ്ട് വെച്ചതാണ്. അതും കുലച്ചു. ഇപ്പോൾ ഒരു 4 പടലൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ കൂവും വച്ചാൻ അറിയാതെ ഓടിച്ചു മാറ്റി. അതുകൊണ്ട് ഇനി അത് കൊല വരുത്തില്ലായിരിക്കാം കാകൾ. പിന്നെ തൊട്ടപ്പുറത്തൊരു തെങ്ങുണ്ട്. അതും ഈ പ്രാവശ്യം കായ്ച്ചതാണ്. അത് കരിക്കായിട്ടൊക്കെയാണ് കൂടുതലായും കിട്ടുന്നത്. അത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കായ്ച്ചത്. ഇതൊക്കെയാണ് പറമ്പിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണ്. പിന്നെ താഴോട്ടൊക്കെ പുളി അവിടെയൊക്കെ ഉണ്ട്. അവിടെയെങ്ങും നേരത്തെ ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഒരു തേങ്ങ എനിക്ക് ആ പറമ്പിൽ നിന്ന് വീണ് കിട്ടി. അതുകൊണ്ട് ഇന്നത്തേക്ക് കറിക്കുള്ളതായി. ഇത്രയാണ് ഇന്നത്തെ പറമ്പിലെ വിശേഷം. ബായ്.